ഫ്രീ ടെസ്റ്റ്. ഹായ് എവരിവൺ, അപ്പോൾ ഇതാ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് വെൽക്കം. അപ്പോൾ നമ്മളിപ്പോൾ അബുദാബിയിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. അവിടെ എന്താ, അവിടെ ഒരു ഫെസ്റ്റിവൽ, ഫെസ്റ്റിവൽ സിറ്റി. അതെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു വ്ളോഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലേ, ന്യൂ ഇയറിന്റെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മള് ഫയർവർക്സ് കൂടുതൽ, അപ്പോൾ നമ്മള് അങ്ങോട്ട് പോവാണ് വിശദമായിട്ട് കാണിക്കാൻ വേണ്ടിട്ട്. പിന്നെ നമുക്കൊരു ഫ്രീ എൻട്രി ടിക്കറ്റ് കിട്ടി, കസിന്റെ വക ഒരു ഫ്രീ എൻട്രി. പിന്നെ അവള് കുറെ കാലമായി വിളിക്കുന്നത് നമ്മളെ അടിച്ചെല്ലാം പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ വരും. ഒരാള് നല്ല ഉറക്കം. അപ്പൊ പിന്നെ നമുക്ക് അബുദാബി വ്ളോഗ്സ് കാണാം. ലബു ബൈ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ അബുദാബിത്തെ വ്ളോഗാണ്. 2 ദിവസത്തെ വ്ളോഗ് വരാനുണ്ട്, ഒരു വ്ളോഗും കൂടി ഇടാനുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇതാ നമ്മൾ അബുദാബി കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് 2 ദിവസം വരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ നേരെ പോണത് നമ്മൾ കസിൻ്റെ റൂമിലേക്കാണ്. എന്നിട്ട് അവിടുന്ന് അവരും പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ സിറ്റി കാണാൻ പോണത്. അപ്പോൾ അവിടേക്കുള്ള എൻട്രിയും അതുപോലെ ഒരുപാട് റൈഡിൽ കയറാനുള്ള പാസും ഒക്കെ അവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടുള്ള കാരണം അവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അവരെ എടുത്തിട്ട് ഫെസ്റ്റിവൽ സിറ്റി കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുക. ഹിബിസ്കസിന്റെ ചായ വെള്ളാണ്. ഫ്രീ ടെസ്റ്റ്. അത് ഭയങ്കര
ജനകോടികൾ കാണുന്ന അല്ലെങ്കിലും ഇവരെ ക്ലോത്ത് ഭയങ്കര ഹലോ ഇവ അല്ല അല്ലു പോണ്ടേ ഇവിടെ ഓൾറെഡി നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ മിസ്സാക്കിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ അടിപൊളി സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് കാണാണ്ട് ഇതുപോലെ ഒരുപാട് റൈഡിൽ കയറാനാണ് ഞങ്ങൾ വന്നത്. കറക്റ്റ് ആ സൈഡിലെത്തിയപ്പോൾ അടിപൊളി ഒരു ഫയർ വർക്ക്സ് ഇന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ അവരെ വില്ലയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇതുപോലത്തെ ഒരു പാക്കേജ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവരെ മീറ്റ് ചെയ്തപ്പോൾ അവർ ഗ്രൂപ്പായിട്ട് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടത്. ഇനിതാ നമ്മൾ എന്താ പറയുക ഒരു ഊഞ്ഞാല് പോലത്തെ റൈഡിൽ കയറാൻ പോയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും കസിനുമാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് പേടിപ്പിച്ചെങ്കിലും നല്ല അടിപൊളിയായിട്ട് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. വേണ്ട, ഞങ്ങള് വേറെ ഇരുന്നോണ്ട് ഒന്നിച്ചിരിക്കാൻ പറ്റുമോ? അവിടെ സ്ഥലത്തുണ്ടോ? അപ്പൊ അപ്പോൾ നേരത്തെ കണ്ടുപോലെ ഇതുപോലത്തെ വലിയ റൈഡ്സിൽ ഞങ്ങളും കുഞ്ഞു റൈഡ്സിൽ മക്കളൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മക്കളുടെ ചെറിയ റൈഡ്സിൽ പാരൻസ് വേണം നിർബന്ധമുള്ള കാരണം അതിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കളിക്കുന്നത്. അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. പാർക്കിൽ പോകാമെന്നല്ലാണ്ട് ഇങ്ങനത്തെ റൈഡ്സിൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ കാർ ഷോ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ഹൊററിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലായ്ക്കും പിന്നെ കസിൻ്റെ ഹസ്ബൻഡിനും കൂടിയിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേടിച്ചിട്ട് രണ്ടാളും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക.
നമ്മളവിടെ പോയതിൽ ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതായിരുന്നു. ഈ ഇവിടുത്തെ ഒരു സൂ പോലെ എനിമൽസിനൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് എല്ലാ എനിമൽസിനും ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് അവർ. എന്നാലും ചില എനിമൽസിനൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ സ്നേക്കൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിലാണ്, എന്നാലും ചില മുതലകളൊക്കെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. മൂങ്ങൊക്കെ പുറത്താണ്, പക്ഷെ കാല് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെറുതെ പുറത്ത് ഇങ്ങനെ ഡബിലിങ്ങനെ കിടക്കുന്നതാണ്. പിന്നെ ഇതേപോലെ ടൈഗർ, ലയൺ അവരൊക്കെ കേജിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഓപ്പണാണ്. ഈ ഓസ്ട്രിച്ച് അതുപോലെ പശു അങ്ങനത്തെ ഒരുപാട് അനിമൽസിനെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഇസ്രൊക്കെ നന്നായിട്ട് എക്സൈറ്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരിങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് നേരിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റിങ് അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഇങ്ങനത്തെ റാബിറ്റും കങ്കാരുനും ഒക്കെ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അവിടുത്തെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് റൂമിൽ പോയത്. ഏകദേശം ഒരു പുലർച്ചെ 3 മണിക്കാണ് നമ്മൾ റൂമിലെത്തിയിട്ടുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അബുദാബിയിൽ വന്നിട്ടുള്ള ബാബ്സ് ഹിന്ദു മന്ദിർ കാണാൻ പോയിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് ഞാൻ നെക്സ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എൻഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, എൻ്റെ ഫോൺ അപ്പത്തിന് സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.